നോമ്പുകാലൊക്കെയാണ്. അപ്പൊ നോമ്പുകാലത്തെ വിശേഷങ്ങളായിരിക്കും അല്ലെ നമുക്ക് കൂടുതൽ സംസാരിക്കാനുള്ളത്. എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ഈ നോമ്പ് തൊറ എന്ന് പറയുന്നത്. അതെ അതെ. അതിൽ ഈ ഒരു ഇഫ്താർ പ്ലേറ്റ് നമ്മൾ ആയിരിക്കും എല്ലാവർക്കും ഒരുപാട് എണ്ണ പലഹാരങ്ങൾ ഒക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടം. സാറിന്റെ ഒരു അക്കോർഡിംഗ് ചെയ്യൂ, എന്തായിരിക്കും ഒരു ഐഡിയൽ ഇഫ്താർ പ്ലേറ്റ്? നമ്മൾ യു സ്റ്റാർട്ട് വിത്ത് നമുക്ക് ഈ കാരക്ക വെച്ച് നോമ്പ് തുറക്കുന്നത് സുന്നത്താണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രൂട്ട്സ് ആണ് കഴിക്കാൻ നല്ലത്. ഓക്കെ. പക്ഷെ നമുക്കൊരു ഹാബിറ്റ് ഉണ്ട് ഒരുപാട് ജ്യൂസ് കഴിക്കാൻ, അതും ഷുഗറൊക്കെ ആഡ് ചെയ്ത. അത് കഴിക്കുമ്പോൾ നമ്മൾ ഭയങ്കര ഷുഗർ കൂടി പോകും. അതിനേക്കാൾ നല്ല അതേ ഫ്രൂട്ട്സുകൾ ഫ്രൂട്ട്സ് ആയിട്ട് കഴിക്കാം. ഓക്കെ. പിന്നെ ഒരുപാട് വെള്ളം കുടിക്കണം, കാരണം നമ്മൾ കുറെ ഡീഹൈഡ്രേഷനിലാണ് ഉള്ളത്. അപ്പൊ വെള്ളം റീപ്ലേസ് ചെയ്യാന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഈ പൊരിച്ച കടികളാണ് സാധാരണ ഇഫ്താറിൽ ഏറ്റവും ഇവിടെ ഭയങ്കര പോപ്പുലർ ആയിരിക്കുക, ഇഷ്ടം എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷേ അത് നമ്മളൊരു ഹെൽത്തി ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ പൊരിച്ചതിന് ബദലായിട്ട് ആവിക്ക് വെച്ച സാധനങ്ങൾ ഓക്കെ. അതിപ്പോ ഒരുപാടുണ്ടല്ലോ. നമുക്ക് ഇലയട ഉണ്ട്, ഈവൻ നമ്മുടെ കോഴിക്കോടിന്റെ ഫേമസ് ചട്ടിപ്പത്തിരി ഉണ്ട്. പിന്നെ അതുകൂടാതെ ഇപ്പൊ ലേറ്റസ്റ്റ് ന്യൂജന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മോമോസ്, ചിക്കൻ മോമോസ് ഒക്കെ അടിപൊളിയാണ്. നല്ല പ്രോട്ടീനുമായി, ഫ്രൈഡ് ഒന്നുമില്ല, ഒരു ഉഗ്രൻ പ്ലേറ്റ് ആയിരിക്കും. ഇതായിരിക്കും ഒരു ബെസ്റ്റ് ഐഡിയൽ ഐഡിയൽ ഇഫ്താർ പ്ലേറ്റ്.